കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചെറുപുഷ്പമൊഴി കൊച്ചു ത്രേസ്യ പുണ്യവതി തൻ്റെ സഹോദരിയായ സെലിന് എഴുതിയ ഒരു എഴുത്തിലെ വരികളാണ്. അതിപ്രകാരമാണ്: അവിടുന്ന് തിരുമനസ്സാകുന്നതെല്ലാം സഹിക്കാൻ തക്ക വിധത്തിൽ നമുക്കവിടുത്തെ സ്നേഹിക്കാം. പുണ്യവതി തൻ്റെ സഹോദരി സെലിനോട് പറയുകയാണ്, ഈശോയുടെ ഇഷ്ടങ്ങളെല്ലാം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സഹിക്കുവാൻ തക്ക രീതിയിൽ നമുക്ക് ഈശോനെ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് സ്നേഹിക്കാം. ഒറ്റ സഹനങ്ങളെപ്പോലും തള്ളിക്കളയാതെ എല്ലാം സ്വീകരിച്ചിട്ട് ഈശോനെ സ്നേഹിക്കാം. നല്ലവളായ പുണ്യവതി സ്നേഹം ത്യാഗത്തിലൂടെ ചാലിച്ചെടുക്കുവാനായിട്ട്, സഹനത്തിലൂടെ ചാലിച്ചെടുക്കുവാനായിട്ടാണല്ലോ നീ സഹോദരി സെലിനോട് പറഞ്ഞു വയ്ക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൂടെ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് ഞങ്ങളെ നീ സഹായിക്കണമേ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം ഒന്ന് ചേർത്ത് വയ്ക്കാം. നിൻ്റെ നല്ല ദൈവത്തെ നിന്ന് നീ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പുഷ്പവർഷവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം.